അങ്ങനെ ഉമ്മ ഉമ്മാമാനെ വിളിക്കും. ഈ കഥ ഇവിടെ എത്തിയപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഫിദേന്റെ അജുവിന്റെ എല്ലാം ഉമ്മാന്റെ നാട്ടിലാണ് ഇവരിപ്പോ നിൽക്കുന്നത്. ഒരു ഉപ്പ് ഗൾഫിലായതുകൊണ്ട് തന്നെ ഉമ്മാന്റെ നാട്ടിലാണ് ഇവര് വീടെടുത്ത് നിൽക്കുന്നത്. ഉമ്മാമ പറയും ആ കുളത്തിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങളെല്ലാം കുട്ടിക്കാലത്ത് ആ കുളത്തിലെല്ലാരും കുളിക്കാനും അലക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് വീടിന്റെ അപ്പുറത്തായിട്ട്, അതായത് ഈ കനാല് കഴിഞ്ഞ് കുറച്ചുകൂടി പോയാൽ അന്നത്തെ കാലത്ത് വലിയൊരു തറവാട് വീടുണ്ടായിരുന്നു, കളരിമനക്കൽ എന്ന് പറയും. ആ തറവാട്ടുകാരുടെ ആയിരുന്നു ഈ പറമ്പും കുളവും ഒക്കെ. അന്ന് ഇവർ ഈ കുളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും കുളിക്കാനും അലക്കാനും ഒക്കെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു ഈ കുളത്തിൽ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ആ തറവാട്ടിൽ അവസാനമായിട്ട് ഉണ്ടായിരുന്നത് കേശവൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു. ആളുടെ മക്കളൊക്കെ അബ്രോഡ് ആയിരുന്നു. ആളായിരുന്നു കുറെ കാലം ഈ പറമ്പും കുളമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ കേശവൻ ഈ കുളത്തിൽ ചാടിയിട്ടാണ് മരിച്ചത്. അത് മാത്രമല്ല ഈ കുളത്തിന് ചുറ്റിപ്പറ്റി അങ്ങനെ മരിച്ചതൊക്കെ അറിയാം. ഈ കേശവൻ മരിച്ചതിന് ശേഷം മക്കള് തറവാടൊക്കെ പൊളിച്ച് ആ സ്ഥലം ഓരോ ആൾക്കാർക്കായിട്ട് വിറ്റു. അങ്ങനെയാണ് ഈ കുളം നോക്കാൻ ആരും ഇല്ലാതായത്. അങ്ങനെയാണ് ഈ കുളം നശിച്ചു പോയത്. അതിനൊക്കെ ശേഷം കുറെ കാലത്തിന് ശേഷമാണ് ഈ ചാത്തപ്പൻ ചേട്ടൻ അതിൽ വീണതും അയാൾക്ക് ഭ്രാന്താവണതൊക്കെ. അങ്ങനെ പിന്നെ ആരും ആ കുളത്തിന്റെ അടുത്തേക്ക് പോകാതെയായി. നിങ്ങൾ ആ കുളത്തിൽ പോയി ചാടുന്ന് പേടിച്ചിട്ടാണ് ആ പറമ്പൊക്കെ കളിക്കാൻ വിടാഞ്ഞത് എന്ന് പറയും ഉമ്മാമ. അപ്പൊ ഉസ്താദ് ഉമ്മാടെ അടുത്ത് നിന്ന് ഫോണ് വാങ്ങിയിട്ട് ചോദിക്കും, ഈ കേശവൻ അല്ലാതെ വേറെ ആരെങ്കിലും അതിൽ ചാടി മരിച്ചതായിട്ട് അറിയോ എന്നുള്ളത്. അപ്പൊ ഉമ്മാമ പറയും, ഈ കേശവൻ തന്നെ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ചാടി മരിച്ചിട്ടുള്ളതാണ്, ഇതല്ലാതെ വേറെ ആരും മരിച്ചതായിട്ട് അറിയില്ല എന്നുള്ളത് പറയുവേ. അങ്ങനെ ഉസ്താദ് കോള് കട്ട് ചെയ്തിട്ട് ഉമ്മാനോട് പറയും, ആദ്യ കഴിച്ചത് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ആളുടെ മേത്തുള്ളത് ഒരു ആണല്ല, എന്തായാലും പെണ്ണാണ്. ചിലപ്പോ നമുക്കറിയാത്ത പുറത്തറിയാത്ത എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടാവും. അങ്ങനെ കുറച്ചേരം ഉസ്താദ് ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ഉമ്മാനോട് ഈ കേശവന്റെ ഭാര്യ എന്തായി എന്നാണ് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പൊ ഉമ്മ പറയും അതിനെ കുറിച്ചൊന്നും ഉമ്മ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഇവര് ഉമ്മാമാനെ തന്നെ ഒന്നുകൂടി വിളിക്കും. അപ്പൊ ഉമ്മാമ പറയും, ഇയാള് മരിക്കുന്നതിന്റെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെ അയാളെ ഭാര്യ ആ വീട്ടിൽ തന്നെ പണിക്ക് വരുന്ന ഒരാളെ ഒളിച്ചോടി പോയി. അതിനുശേഷം ഈ കേശവന് ആരോടും വല്ലാണ്ട് മിണ്ടാതെ കുറെ കാലം ആ വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ മരിച്ച ടൈമിൽ നാട്ടുകാരൊക്കെ പറയായിരുന്നു ഇയാൾ ആ കുളത്തിൽ ചാടി ആത്മഹത്യ ഇതാന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ ഉസ്താദ് ഉമ്മ ഇങ്ങനെ ഫേസ് ടു ഫേസ് നോക്കുക, ഈ സംഭവമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടി ലേഡിന്റെ പേരെന്താന്നുള്ളത് ചോദിക്കുക. അപ്പൊ ഉമ്മാമ പറയും, എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, എന്റെ ഓർമ്മ ശരിയാന്നുണ്ടെങ്കിൽ ആളുടെ പേര് അംബിക അങ്ങനെ എന്തോ ആണെന്നുള്ളത്.